കാക്കയൊക്കെ കൊട്ടാരത്തിൽ താമസം തുടങ്ങി. എൻ്റെ ദൈവമേ, മങ്കിക്കാൽപ്പെട്ടെടുത്ത് നിൽക്കുന്നു. അത് മങ്കിയാണോ അതോ മനുഷ്യനാണോ? അതേളിയാ, എൻ്റെ പേര് ദുഷ്യന്തൻ. ഞാൻ വൈക്കത്തിനടുത്തുള്ള പടിപ്പുര ഷാപ്പിലെ കറിവെപ്പുകാരനാണ്. നമ്മുടെ ഒരു പെങ്കൊച്ചോട് താമസിക്കുന്നുണ്ടായിരുന്നു. അവരുടെ അടുത്ത് നിന്ന് പോയാൽ കൊള്ളാമെന്നുണ്ട്. വഴിയൊന്ന് പറഞ്ഞുതരാമോ? അതായത് ഈ പൊട്ടനെ എങ്ങനെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കണം. എൻ്റെ ഒരു പെൺകൊച്ച് പെൺ ഇവിടെ അടുത്തുള്ളൊരു കൊട്ടാരത്തിൽ താമസിക്കുന്നുണ്ട്. അവളുടെ അടുത്തേക്ക് പോകാനുള്ള വഴി മനസ്സിലായടേ? ആ വഴി ഒന്ന് പറഞ്ഞു തന്നാൽ, ഇങ്ങനെ പോകാനുള്ള വഴി ഒന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാം. എവിടെ? എന്റെ ദൈവമേ, ഞാനിപ്പോ ഇവിടെ തലതല്ലി ചാവും ഇപ്പൊ. ആ അളിയാ, ഇത് കണ്ട ഭഗവാൻ പട്വ ഹവേലി भगवान चाहिए। ആ അത് തന്നെ ഭഗവാൻ. മനസ്സിലായി വിളിക്കും. भगवान चाहिए ना? यहाँ से सीधा जाओ। സീതയോ? सीधा അതാരാണ്? ആ എന്തേലും ആവട്ടെ. सीधा जाओ। सीधा पहले जाओ। राइट लो, फिर लेफ्ट लो। ആ छोटा गली आएगा, ആ राइट में भगवान है। ഓ ഇത്രയുള്ള കാര്യം. ആ. ഭഗവാൻ പട്വ ഹവേലി. മാറി നിൽക്കുക. എന്നാലേ നല്ല കാര്യത്തിന് മുമ്പ് പുറം തിരിഞ്ഞു നിൽക്കുക. മോളെ ഞാനൊന്ന് ചോദിച്ചോട്ടെ? വേണ്ട, പീഡനാവും. ഈ ഭഗവാൻ इधर है। ആ ഇവിടെയാണോ? ഛേ, ഇത് അമ്പലല്ലേ? ഈ ഭഗവാനല്ല. എന്നോട് അവിടെ നിന്ന് ഒരാൾ വഴി പറഞ്ഞു തന്നു വിട്ടില്ലായിരുന്നോ? ആ ഭഗവാൻ എവിടെ? क्या? ഓ, ഈ ഹിന്ദിക്കാർ ഏത് മലയാളികളെ കണ്ടാലും ക്യാ ക്യാ എന്ന് പറഞ്ഞ എന്തിനാ? ചിലപ്പോൾ സ്നേഹം കൊണ്ടായിരിക്കും. അച്ചായ ദേ ഇങ്ങോട്ട് നോക്കി. അച്ചായൻ്റെ സ്വന്തം ക്യായായിട്ട് എന്നെ കരുതിയാൽ മതി. ഇനി പറ, ഭഗവാൻ എവിടെയാ? मालूम नहीं। പതുക്കെ പറ, സെറ്റ് വലിയ തെറിച്ചു പോവും. എൻ്റെ ഭഗവാനെ, ഇനി ഞാൻ അവളെ എവിടെ പോയി തപ്പും? രാജസ്ഥാനിൽ 18-ാം പടിയോ? ഇനി ഇപ്പൊ ഇതടിച്ചില്ല എന്നുള്ള പരാതി വേണ്ട. ഇതേതാ മനുഷ്യന് തവളയിലുണ്ടായ പോലെ ഉണ്ടല്ലോ. ഏ മിസ്റ്റർ, ഞാൻ മലയാളത്തിൽ പറയും, നീ അത് ഹിന്ദിയിൽ മനസ്സിലാക്കിയാൽ നിനക്ക് കൊള്ളാം. ഞാൻ പടിപ്പുര ഷാപ്പിൽ നിന്ന് വരിക. എൻ്റെ ഒരു പെങ്കുച്ച് ഈ അലവലാതിക്കകത്തുണ്ട്, ഹവേലിക്കകത്തുണ്ട്. ഓഹോ, അപ്പൊ നീ അത് ഹിന്ദിയിൽ മനസ്സിലാക്കിയില്ലല്ലേ? മാറി നിൽക്കണ കിൻഡൽ ചാക്കിനെ കൈയും കാലും വെച്ച പോലെ ഇരിക്കണവനെ. വേണ്ട വേണ്ട, കുഴിനത്തെ കയറി ചവിട്ടി ഞാൻ. എടാ, പടിപ്പുര ഷാപ്പിൽ വന്നിട്ടുണ്ടല്ലോ, കങ്കാരി ആരാന്ന് ചോദിച്ചിട്ടുണ്ടല്ലോ, ഏത് കൊച്ചു മൂത്രം ഒഴിച്ചോണ്ട് പറയും. ഇനി എന്നോടൊരു സത്യം പറയാം, ഞാൻ കളരി പഠിക്കാൻ എനിക്ക് മർമ്മം നോക്കൊരു കൂത്തുണ്ടല്ലോ, നീ ചത്തുവും പറഞ്ഞേക്കാം. അയ്യോ, ഞാൻ ദുഷ്യന്തൻ. കാടാ, പൊട്ട, ഞണ്ട്, കോഴി, താറാവ്, മുയല്, ചിക്കൻ, മട്ടൺ, ബീഫ്, പന്നി, പോർക്ക് എന്നെ കൊല്ലരുത്. കാല് പിടിക്കാം, എന്നെ കൊല്ലരുത്. അത് ശരി, ഈ പുള്ളിയുടെ അച്ഛനായിരുന്നു ഇത്. പക്ഷെ കണ്ടാ പറയില്ലട്ടാ, കൊള്ളക്കാരുടെ വീട്ടിൽ കറി വെക്കാനാണോ എന്നെ കൊണ്ടുവന്നത്? അതല്ലേ, ഇവർക്ക് മലയാളം പറഞ്ഞ മനസ്സിലാവില്ല, അതുകൊണ്ടാ. ഇതെന്താ കാച്ചിലോ? ഇതിന്റെ കാലായിരുന്നോ? പക്ഷെ നമ്മള് തമ്മിലൊന്ന് കാണേണ്ടി വരും. പക്ഷെ ഒരു കാര്യം, നിങ്ങൾ വന്നില്ലായിരുന്നല്ലോ, 2 ശവങ്ങൾ ഇവിടെ വീണേനെ. ഒരു തോക്ക് പിടിച്ചവന്റെയും ഒരു തൊപ്പി വെച്ചവന്റെയും. അടുക്കളയിൽ ചാകരയോ? ലടുക്കികളെ ഒന്ന് ശ്രദ്ധിക്കണേ. മേരാ നാം ദുഷ്യന്തൻ. അതായത് ഇന്നു മുതൽ ഈ അടുക്കളയിൽ നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാവും. നിങ്ങളുടെയൊക്കെ പേര്? ഞാൻ मेरा नाम चांदनी। അച്ഛാ, मेरा नाम काजोल। രണ്ടാനച്ഛാ, ബഹുത്തച്ഛാ. मेरा नाम करोल। ഞങ്ങളൊക്കെ നാട്ടിൽ ക്രിസ്മസിനാ കരോള്, ഇവിടെ എന്നും കരോളാണോ? ഓ, എന്നെല്ലാം ചേർച്ച, വെളുത്ത പാവും കറുത്ത പാവും പോലെയുണ്ട്. അതങ്ങനെയല്ല അരിയേണ്ടത്, ഇങ്ങനെ പിടിച്ചിട്ട്. ദുഷ്യന്തന്റെ കാര്യം ഞങ്ങൾ വിചാരിച്ച പ്ലാനിങ് പോലെ തന്നെ നടന്നു. കൊച്ചു കള്ളി. ഓ, ഇപ്പൊ നുണക്കൊടിയുടെ ഉള്ളിൽ എന്റെ ഒട്ടക്കാരന്റെ ഭാര്യയും ദുഷ്യന്തനുമായുള്ള അടുക്കള പ്രണയം ചൂടുപിടിച്ചുകൊണ്ട് കല്യാണത്തിനുള്ള ഫുഡിന്റെ കാര്യം ഒക്കെ വേറെ ഒരു പണിയില്ലല്ലോ അല്ലേ? കുറച്ച് സമയം കിട്ടിയാൽ മതി, അപ്പൊ തുടങ്ങിക്കോളും ചീട്ട് കളിക്കാൻ. ഈ ഫംഗ്ഷന്റെ റെസ്പോൺസിബിലിറ്റി എനിക്ക് മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും ഉണ്ട്. എന്തൊക്കെ പണിയുണ്ട്, ഇവൾക്ക് ഡ്രസ്സ് വാങ്ങിക്കണം, ഓർണമെന്റ്സ് വാങ്ങിക്കണം, ഇതെല്ലാം നോക്കണ്ടേ? വെറുതെ എങ്ങനെ ഇരുന്നാ മതിയോ? ലാസ്റ്റ് ഡേ ഒരു ബാർ സെറ്റപ്പും കൂടി ആയ സൂപ്പറായി. ഓ, നിനക്ക് പിന്നെ വേറൊരു ചിന്തയില്ലല്ലോ, ബാർ മാത്രം. ഓ, സ്വപ്നലോകത്ത് രാജകുമാരി എത്തി. चाची, आप मेरे साथ एक बार आ सकते हैं? क्या हुआ? मुझे आपसे बात करनी है। क्या? प्यार? हाँ,
पर मैं उससे सिर्फ एक बार मिली हूँ अब तक। एक बार मिली हो ना? हाँ। वही काफी है। पर मैं अपनी दिल की बात उससे कहना चाहती हूँ। एक पुरानी फिल्म है मेरे महबूब, उसमें रफी साहब का एक गाना है, मैं तुम्हें वो लिख के देती हूँ। ദിയ ആ വരികൾ വായിച്ചു പഠിച്ചു. മേരെ മെഹബൂബ് തുझे മേരി മൊഹബത്ത് കി കസം. പവന്റെ മുഖത്ത് നോക്കി ആ ഗാനത്തിന്റെ അർത്ഥം അവൾക്ക് പറയണം. അതിനുവേണ്ടി അവൾ മതില് ചാടാൻ തന്നെ തീരുമാനിച്ചു. പെമ്പിള്ളേര് മതില് ചാടൂ? എന്താ പെമ്പിള്ളേർക്ക് മതില് ചാടിയാല്? ഈ പ്രേമകഥ ഉണ്ടായ കാലം തൊട്ട് മതില് ചാടുന്നല്ല ആണുങ്ങളല്ലേ. ഇതൊരു ചേഞ്ച് ഇരിക്കട്ടെ. കുറെ നേരം അയാളെ പോയിട്ട്. കവലപ്പെടാതെ, കാതലുക്ക് മര്യാദയില്ല, നേരമില്ല, കാലമില്ല. हाय। हाय। एक्चुअली मुझे तुमसे कुछ जरूरी बात करनी है। क्या बताना है? അയ്യോ ദേ ആരോ വരുന്നു. വിസിലടി. ओह नो, लगता है कोई आ गया है। मुझे अभी जाना है। ओके, मैं तुमसे बाद में मिलती हूँ। बाद में मिलती हूँ। बाय बाय बाय। पर बात बाय बाय। നല്ലൊരു ചാൻസ് കളഞ്ഞു. ബഡാ ഠാക്കൂർ കണ്ടു കാണും. ഞാൻ അപ്പോഴേ പറഞ്ഞതാ പെമ്പിള്ളേര് വേണ്ടാത്ത പണിക്ക് പോരുന്നു. വേണ്ടാത്ത പണിയായിരുന്നെന്ന് പിറ്റേന്ന് യാമിനിയുടെ അച്ഛൻ ചില കാര്യങ്ങൾ പറഞ്ഞപ്പോഴാ മനസ്സിലായത്. पवन बड़े ठाकुर साहब का इकलौता बेटा है और वो उसका बाल विवाह कर चुके हैं. പവന്റെ വിവാഹം ബാല്യകാലത്തിലേ നടന്നു കഴിഞ്ഞിരുന്നു. ബഡാ ഠാക്കൂർ തന്റെ ഏറ്റവും അടുത്ത സുഹൃത്തിന്റെ മകള് പൂനത്തെ കൊണ്ട് പവനെ ബാല്യത്തിലെ വിവാഹം കഴിപ്പിച്ചു കഴിഞ്ഞിരുന്നു. ഇപ്പോ പൂനം അമേരിക്കയിൽ പഠിക്കുക. പഠനം പൂർത്തിയായി വന്നാലുടൻ ശരിക്കുള്ള വിവാഹം നടക്കും. മറ്റൊരു ഞെട്ടിക്കുന്ന സത്യം കൂടി യാമിനിയുടെ അച്ഛൻ പറഞ്ഞു. പൂനത്തിന്റെ ചേച്ചിയുടെ ദുരന്തം. രാജ്പുത്ത് അല്ലാത്ത മറ്റാരോ ആയി പ്രണയത്തിലായിരുന്നു അവർ. വിവരമറിഞ്ഞ സഹോദരൻ വിക്രം സിംഗ് അവളെ മണ്ണെണ്ണ ഒഴിച്ച് തീയിട്ട് കൊന്നു. വിക്രം സിംഗ് അയാൾ എന്തും ചെയ്യാൻ മടിക്കാത്തവനായിരുന്നു. എന്നിട്ട് നീയൊക്കെ അവന്റെ പുറകെ കൂടി എന്തിനാന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തത്. പ്രേമത്തിന് കണ്ണില്ലടാ. കറക്റ്റ്. കാതലുക്ക് മൂഞ്ചിയേ കിടയത്. അതങ്ങ് തമിഴ്നാട്ടിലെ ഇവിടെ പെണ്ണുങ്ങളെ മൂഞ്ചു നോക്കിയേ കാതലേക്ക്. എന്റെ കാര്യം കണ്ടില്ലേ? ഞാൻ പാടാം. ഞാൻ പാടാം. പ്യാമ്പുകൾക്ക് മ്യാളമുണ്ട്, പിറവകൾക്ക് ആകാശമുണ്ട്, ഞാനുക്കൂത്രന് ഞാനിലിടം സമ്മാനം ഇപ്പൊ തന്നെ തരാൻ അടി കിട്ടിയല്ലേ? ഈ ഭഗവാൻ സിംഗിനും ഭാര്യയ്ക്കും വേറെ ഒരു പണിയില്ലേ? അവരുടെ സന്തോഷം ഇതാ. പാവം കല്യാണം കഴിഞ്ഞെങ്കിലും കുട്ടികളില്ല. ആ, എത്ര വർഷമായി? 12 വർഷം. 12 വർഷമായി. ഇയാളെങ്ങോടെ ഈ രാത്രി തോക്കുമായിട്ട് പോണ? നായാട്ടിന്. ആഹാ. പകല് മൊത്തം വെള്ളമടി, രാത്രി പുറത്ത് ഹണ്ടിങ്ങിനും പോകും. പിന്നെ എങ്ങനെ പിള്ളേരുണ്ടാവും? ഞാനെങ്ങാനും ആയിരിക്കണം. ഇവിടെ ഒരു അംഗനവാടി തുടങ്ങിയ അംഗനവാടി ഇവിടെ വാടി. आजा।
बड़ी नहीं खुश है तू। चाची। सुनिए, हाँ कल रात तुम क्यों आए थे? क्या बताने आए थे? मैं बताती हूँ। तुम्हारा संगीत तो मुझे समझ में नहीं आया, लेकिन तुम्हारी आंखों से इस गाने का मतलब पता चल गया। मुझे भी तुम्हें कुछ बताना है। बोलिए। पवन। जी पापा, मेरे जाने का वक्त हो गया है। कल मैं घोड़ों के साथ पुष्कर मेला में जाऊंगा। अगर आप वहां आओगे तो मैं आपको सब कुछ बताऊंगा। मैं चलूं? ഞാൻ വരുന്നില്ല. എന്ത്? എനിക്ക് പവനെ കാണണം. എനിക്ക് പുഷ്കറിൽ പോകണം. നിന്നെയൊക്കെ രാജസ്ഥാനിൽ അയച്ചപ്പോൾ എനിക്ക് ഡൗട്ട് അടിച്ചതാ ഇത് ഇങ്ങനെയൊക്കെ അവസാനിക്കുള്ളൂ എന്ന്. ഏതായാലും ഇത്രയൊക്കെ ആയി. ഇനി ഒരു ഇന്റർവ്യൂല് കഴിഞ്ഞിട്ട് മതി ബാക്കി. അല്ല എവിടെയായി പുഷ്കർ? രാജസ്ഥാനിൽ 10-30,000 ഒട്ടകങ്ങള്, കുതിരകള്, വലിയ മേളയാണ് പുഷ്കർ മേള. हर वर्ष कार्तिक मास में ഇത് ലോകത്തിലെ അപൂർവമായ ബ്രഹ്മക്ഷേത്രമാണ്. കാർത്തിക മാസത്തിലെ പൗർണമി നാളിൽ പുഷ്കർ നദിയിൽ ബ്രഹ്മാവിന്റെ താമരപ്പൂവിന്റെ ഇതളുകൾ വീഴും. അപ്പോ പുഷ്കറിൽ മുങ്ങി നിവർന്നാൽ ഉദ്ദേശിച്ച കാര്യം നടക്കും. उस नदी में स्नान किया जाए तो मन की हर मनोकामना पूरी होती है. അർണോൾഡിനെ പോലെ മിസ്റ്റർ യൂണിവേഴ്സ് അല്ലെങ്കിൽ വേണ്ട ഒരു ബോളിവുഡ് ആക്ടർ. സ്പിരിറ്റിന്റെ ടാക്സ് ഒന്ന് എടുത്ത് കളഞ്ഞാ മതിയേ. हे भगवान, MBA के बाद मुझे बहुत बड़ी कंपनी में नौकरी दिला देना. கடவுளே, எனக்கு ஒரு கவுண்டராக வேணும். रुक दे.